മറ്റൊന്ന്, നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇപ്പോൾ റിയൽ ടൈം ബുക്കിംഗ് നടന്നുകൊണ്ടിരുന്നത് പമ്പയിലാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ തിരക്ക് അനുഭവപ്പെട്ടത് കാരണവും നമ്മുടെ ഭക്തർ സുരക്ഷിതമായിട്ട് ഈ റിയൽ ടൈം ബുക്കിംഗ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഈ റിയൽ ടൈം ബുക്കിംഗ് സെൻറ്ററുകൾ ഇന്നു മുതൽ നിലയ്ക്കലേക്ക് മാറ്റാനുള്ള ഒരു തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 10 കൗണ്ടറുകളാണ് നമുക്ക് പമ്പയിൽ ഉണ്ടായിരുന്നത്. ഈ കൗണ്ടറുകളെല്ലാം തന്നെ നിലയ്ക്കലേക്ക് മാറ്റും. നിലയ്ക്കലിൽ വെച്ചിട്ടായിരിക്കും ഇനി റിയൽ ടൈം ബുക്കിംഗ് അഥവാ സ്പോട്ട് ബുക്കിങ്ങുകൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട സൗകര്യങ്ങൾ, അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളും ഭക്തജനങ്ങൾക്ക് സുരക്ഷിതമായി ഇരിക്കുന്നതിനും കുടിവെള്ളം, ഭക്ഷണം മുതലായ സൗകര്യങ്ങളുമൊക്കെ നിലയ്ക്കലിൽ നമ്മൾ ഒരുക്കുന്നുണ്ട്. അപ്പോൾ ഇനി മുതൽ നിലയ്ക്കലിൽ ഈ റിയൽ ടൈം ബുക്കിംഗ് ചെയ്തിട്ടായിരിക്കണം ഭക്തജനങ്ങൾ പമ്പയിലേക്ക് വരാനുള്ള സൗകര്യങ്ങൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇന്ന് മുതൽ 11-ാം തീയതി വരെ റിയൽ ടൈം ബുക്കിംഗ് 5000 ആയിട്ട് പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. 12, 13, 14 ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുൻപ് തന്ന നിർദ്ദേശം അനുസരിച്ച് നമ്മൾ പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. അതിന് പുറമെ 11-ാം തീയതി വരെ, ഇന്ന് മുതൽ 11-ാം തീയതി വരെ നമ്മുടെ റിയൽ ടൈം ബുക്കിംഗ് 5000 ആയിട്ട് കുറച്ചിട്ടുണ്ട്. അത് നിലയ്ക്കലായിരിക്കും ആ ബുക്കിംഗ് ചെയ്യാനുള്ള സൗകര്യം. മറ്റൊന്ന്, നമ്മുടെ മകരവിളക്കുമായി ബന്ധപ്പെട്ട് വരുന്ന ഭക്തജനങ്ങൾ, ഇന്നു മുതലൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുന്ന ഭക്തജനങ്ങൾ ഇവിടെ തമ്പടിക്കാനും മകരജ്യോതി കണ്ടതിന് ശേഷം മാത്രം സന്നിധാനത്ത് നിന്ന് വിട്ടുപോകാനുമുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഭക്തജനങ്ങൾ ഈ സന്നിധാനത്ത് തമ്പടിച്ചാൽ നമുക്കിവിടെ ഒരു കപ്പാസിറ്റി ഉണ്ട്. അതിന് ബിയോണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ സെക്യൂരിറ്റിയും അതുപോലെ തന്നെ സുരക്ഷയും ബാധിക്കുമെന്നുള്ളത് കൊണ്ട് അതിൻ്റെ ചില റെസ്ട്രിക്ഷൻസ് കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പ്രത്യേകം പറയാനുള്ളത്, ഭക്തജനങ്ങൾക്ക് സന്നിധാനത്തും പരിസരവും പാചകം ചെയ്യുന്നത് ഇല്ലീഗലായിട്ടുള്ള പാചകങ്ങൾ, അനിയന്ത്രിതമായിട്ടുള്ള പാചകങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് നമ്മളൊരു ഉത്തരവ് ഇന്നലെ രാത്രി തന്നെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റെസ്ട്രിക്ഷൻ കൂടി നമുക്കറിയാം. ഇപ്പോൾ ഇവിടെ അന്നദാനം സൗജന്യമായി ദേവസ്വം ബോർഡ് നൽകുന്നുണ്ട്. മറ്റ് ഹോട്ടലും മറ്റ് സ്ഥാപനങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഭക്തജനങ്ങൾക്ക് ഭക്ഷണത്തിനോ കുടിവെള്ളത്തിനോ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടില്ല. പക്ഷേ അതിനും പുറമെ ഭക്തജനങ്ങൾ പ്രത്യേകിച്ച് വനപ്രദേശങ്ങളിലുമൊക്കെ ഗ്യാസ് പോലെയുള്ള സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പാചകം ചെയ്യുന്നത് സുരക്ഷയെ ബാധിക്കും. ഇതിൻ്റെ ഫുഡ് വേസ്റ്റുകളൊക്കെ വനത്തിലേക്കൊക്കെ വലിച്ചെറിയുന്നത് വന്യമൃഗങ്ങളെ ആകർഷിക്കാനും ഒക്കെ സാധ്യതയുള്ളതുകൊണ്ട് സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് ഈ പാചകം നമ്മൾ നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പാചകം ചെയ്യുന്നതിനുള്ള സാമഗ്രികൾ, വലിയ പാത്രങ്ങൾ, ഗ്യാസ് സിലിണ്ടേഴ്സുകൾ ഇങ്ങനെയുള്ളതൊക്കെയുമായിട്ട് വരുന്നത് നമ്മൾ പമ്പയിൽ തന്നെ തടയാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് അവിടെ സുരക്ഷിതമായി സൂക്ഷിച്ചുകൊണ്ട് ഭക്തജനങ്ങൾ തിരികെ നാട്ടിലേക്ക് പോകുമ്പോൾ അവർക്കത് റിട്രീവ് ചെയ്തെടുക്കാം എന്നുള്ള ഒരു സൗകര്യം അവിടെ ഒരുക്കുന്നുണ്ട്. അപ്പോൾ പമ്പ മുതൽ മുകളിലേക്ക് ഗ്യാസ് സിലിണ്ടേഴ്സ് അതുപോലെ തന്നെ പാചക സാമഗ്രികൾ ഇതൊന്നും ഒരു ഭക്തജനങ്ങളും കൊണ്ടുവരാൻ പാടുള്ളതല്ല എന്നുള്ള ഒരു നിർദ്ദേശം കൂടിയാണ് പറയാനുള്ളത്. മറ്റൊന്ന്, നമ്മുടെ തിരുവാഭരണ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ടുള്ള മുന്നൊരുക്കങ്ങൾ വിവിധ വകുപ്പുകളും അതുപോലെ തന്നെ ദേവസ്വം ബോർഡും കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഫോളോ അപ്പ് നിലയ്ക്കലും പമ്പയിലും സന്നിധാനത്തും മീറ്റിങ്ങുകൾ കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ അവലോകനം ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതിൽ തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ തമ്പടിക്കുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത് നമ്മുടെ വലിയാനവട്ടമാണ്. ഏകദേശം 20,000-ഓളം ആളുകൾ തമ്പടിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ തിരുവാഭരണ ഘോഷയാത്ര സുഗമമായിട്ട് പോകുന്നതിനും ഭക്തജനങ്ങളുടെ സുരക്ഷയ്ക്കും വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും, ബാരിക്കേഡിംഗ് ഉൾപ്പെടെയുള്ള കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നതിനേക്കാൾ അധികമായിട്ടുള്ള ക്രമീകരണങ്ങൾ, കഴിഞ്ഞ വർഷം അവിടെ ബാരിക്കേഡിങ്ങുകളിൽ കുറച്ച് പരാതികൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പരിഹരിച്ചുകൊണ്ടുള്ള ക്രമീകരണങ്ങൾ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഫയർഫോഴ്സിൻ്റെ ഒരു അഡീഷണൽ യൂണിറ്റും അതുപോലെ തന്നെ ഹെൽത്ത് ടീമിൻ്റെ ഒരു അഡീഷണൽ യൂണിറ്റും കൂടി അവിടെ വിന്യസിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവാഭരണ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് 14-ാം തീയതി വലിയാനവട്ടത്ത് ഒരു ക്രമീകരണങ്ങൾ ഇതനുസരിച്ച് ഏർപ്പാടാക്കുന്നതായിരിക്കും. അതുപോലെ ഭക്തജനങ്ങളോട് പറയാനുള്ള മറ്റൊരു കാര്യം, ഈ തിരക്ക് വർദ്ധിക്കുന്നത് കൊണ്ടും പമ്പയിലും മറ്റും റെസ്ട്രിക്ഷൻസ്, അതായത് നമ്മുടെ സെഗ്മെൻറ്റുകളായിട്ട് തിരക്ക് കൂടുന്ന സമയങ്ങളിൽ കടത്തിവിടുന്നത് ഒഴിവാക്കാൻ വേണ്ടി ഈ കാനനപാത വഴി വരുന്ന ഭക്തജനങ്ങൾ വലിയാനവട്ടത്ത് നിന്ന് വനപ്രദേശത്തോടു കൂടി കയറി നീലിമലയിലേക്കും അപ്പാച്ചിമേടിലും ഒക്കെ വരുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. ഇത് തീർച്ചയായിട്ടും അപകടം ക്ഷണിച്ചു വരുത്തുന്നതിനാൽ എല്ലാവരും ഇത് ഒഴിവാക്കേണ്ടതാണ് എന്നുള്ളൊരു കർശന നിർദ്ദേശം കൂടി പറയുന്നുണ്ട്. വനത്തിലേക്ക് അതിക്രമിച്ചു കയറുന്നത് ശിക്ഷാർഹമാണ് എന്നുള്ളത് മുൻനിർത്തിക്കൊണ്ട് തന്നെ അത്തരത്തിൽ സ്വന്തം ജീവൻ പോലും അപകടത്തിലാക്കിക്കൊണ്ട് ഇത്തരത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്കെതിരെ ഒരുപക്ഷെ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ഒഴിവാക്കേണ്ടതാണ്. നിങ്ങളുടെ സുരക്ഷ, ഭക്തജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അത് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഇത്തരത്തിൽ വനത്തിനകത്തുകൂടി ട്രക്കിംഗ് നടത്തി വരുന്നത് ഒഴിവാക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി ഭക്തജനങ്ങളോട് പറയാനുണ്ട്. മകരവിളക്കുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ സന്നിധാനത്ത് തീർച്ചയായിട്ടും പോലീസിൻ്റെ ഭാഗത്തു നിന്നും മറ്റ് വകുപ്പുകളുടെ ഭാഗത്തു നിന്നും കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടികളും ഏകദേശം പൂർത്തിയാകാറായി കഴിഞ്ഞു. 10-ാം തീയതിയോടുകൂടി ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ അതിൻ്റെ പൂർണ്ണതയിലെത്തുമെന്നാണ് വിശ്വാസം.
അതിനുശേഷം ഒരു അവലോകനം കൂടി ഉണ്ടാകും. ഏതെങ്കിലും തരത്തിലുള്ള ഗ്യാപ്പുകൾ കണ്ടെത്തുകയോ അല്ലെങ്കിൽ മെച്ചപ്പെടുത്തേണ്ടതായിട്ടുള്ള ക്രമീകരണങ്ങളോ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ 10-നും 11-നും 12-നുമായിട്ട് ഏർപ്പാടാക്കാനാണ് നമ്മുടെ വകുപ്പുകൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അപ്പോൾ അതിനനുസരിച്ച് തന്നെയുള്ള ഒരു ഫോളോ അപ്പിൽ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നതുമായിരിക്കും. അപ്പോൾ ഈ ഒരു തിരക്ക് നിയന്ത്രിക്കാനുള്ള റെസ്ട്രിക്ഷൻസ് ആണ് ഇപ്പോൾ നിങ്ങളോട് ബ്രീഫ് ചെയ്തത്. അപ്പോൾ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇത് കൃത്യമായിട്ട് ആദ്യമേ പറഞ്ഞു, സംശയമോ കൺഫ്യൂഷനുകളോ കൂടാതെ ഭക്തജനങ്ങളിലേക്കും നമ്മുടെ പൊതുജനങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് നിർവഹിക്കുന്നു എന്ന് നിങ്ങളെല്ലാവരും ഒന്ന് ഉറപ്പാക്കുക. വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു മണ്ഡലകാലം പൂർത്തിയാക്കണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ വരുന്ന ഓരോ ഭക്തൻ്റെയും സുരക്ഷ ഉറപ്പാക്കേണ്ട മുൻകരുതലുകൾ അനുസരിച്ചിട്ടാണ് ഈ ഒരു നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതിനോട് എല്ലാവരും സഹകരിക്കുമെന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഒരു ബ്രീഫിംഗ് ഇതാണ് പ്രധാനമായിട്ട് നിങ്ങളോട് പറയാൻ.